ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 122. നമ്മൾ 50ാമത്തെ ഉപനിഷത്തായിട്ട് സർവ്വസാരോപനിഷത്താണ് നോക്കുന്നത്. അതിൽ ശരീരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതതിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഇതിലെ അന്നമയ കോശം, പ്രാണമയ കോശം, ഇതിനെപ്പറ്റിയെല്ലാം പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് പറയുന്നത് നോക്കിയിട്ട് അതിലേക്ക് വരാം. അന്നകാര്യാണാം ഷണ്ണാം കോശാനാം സമൂഹോ അന്നമയ കോശ ഇത്യുച്യത്തെ. പ്രാണാദി ചതുർദശ വായുഭേദ അന്നമയ കോശേ യഥാ വർത്തന്തെ തഥാ പ്രാണമയ കോശ ഇത്യുച്യത്തെ. ഏതത് കോശദ്വയ സംയുക്തോ മന ആദിചതുർഭിഃ കരണൈ ആത്മാ ശബ്ദാദി വിഷയാൻ സങ്കൽപ്പാദി ധർമാന്യതാ കരോതി തഥാ മനോമയകോശ ഇത്യുച്യത്തെ. ഏതത് കോശത്രയ സംയുക്ത സ്തദ്ഗത വിശേഷാവിശേഷജ്ഞേയതാ അവഭാസത്തെ തഥാ വിജ്ഞാനമയകോശ ഇത്യുച്യത്തെ. ഏതത് കോശ ചതുഷ്ടയം സ്വകാരണജ്ഞാനേ വടകണികായാമിവ ഗുപ്ത വടവൃക്ഷോ യഥാ വർത്തതെ തദാനന്ദമയ കോശ ഇത്യുച്യത്തെ. അന്നമയ കോശമെന്നത് അന്നത്താൽ ഉണ്ടാക്കിയ കോശങ്ങളുടെ സമൂഹമായ ശരീരമാണ്. പ്രാണൻ മുതലായ 14 വായുക്കൾ ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്നതാണ് പ്രാണമയ കോശം. 14 കരണങ്ങളുടെ സഹായത്താൽ ആത്മാവ് ശരീരാദി വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ അത് മനോമയ കോശം. ഈ 3ഉം ചേർത്ത് ആത്മാവ് ബുദ്ധി കൊണ്ട് ചിലതെല്ലാം മനസ്സിലാക്കുമ്പോൾ ആ ബുദ്ധിമയ സ്വരൂപത്തെ വിജ്ഞാനമയ കോശമെന്ന് പറയുന്നു. ഈ 4 കോശങ്ങളുടെയും സഹായത്താൽ ആത്മാവ് ആൽമരം അതിൻ്റെ കുരുവിൽ ഒളിച്ചിരിക്കുന്നത് പോലെ സ്വകാരണം അറിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ ആനന്ദമയ കോശമെന്ന് പറയുന്നു. അന്നമയ കോശം, പ്രാണമയ കോശം എന്നെല്ലാം കേൾക്കുമ്പോഴും നമ്മളെന്തോ വേദത്തിലുള്ള എന്തോ പ്രത്യേകിച്ചെന്തോ കാര്യമാണെന്നെല്ലാം തോന്നും. വേദം സയൻസാണ്. സയൻസിന് പിന്നെ അങ്ങനെ പണ്ടത്തെ സയൻസ്, ഇന്നത്തെ സയൻസ്, അല്ലെങ്കിൽ അമേരിക്കയിലെ സയൻസ്, ഇന്ത്യയിലെ സയൻസ്, ചൈനയിലെ സയൻസ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ സയൻസും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ അന്നമയ ശരീരം, പ്രാണമയ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ സയൻസ്, ശരീരത്തെ പറ്റി ആധുനിക സയൻസ് പഠിക്കുന്ന സംഗതികൾ തന്നെയാണ്. അപ്പോൾ ഒരു നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ട്, ശരീരം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തുള്ള ഘടകങ്ങളെ വിവരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ ശരീരത്തെ കണ്ടുകൊണ്ടാണ് ചികിത്സിക്കുക. അതാണ് പല ഫീൽഡിലുള്ള സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം അന്നമയ കോശം എന്നത് അന്നത്താൽ ഉണ്ടാക്കിയ കോശങ്ങളുടെ സമൂഹമായ ശരീരമാണ്. ഈ ശരീരം അന്നം കൊണ്ട് നിർമ്മിച്ച കുറേ കോശങ്ങളാണ്. നമുക്കറിയാം, കോശം എന്ന് പറഞ്ഞാൽ സെൽസ് വെച്ചിട്ടാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഘടകം എന്താണ്? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ, അതിനാണ് അന്നം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ശരീരം ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ശരീരത്തിൻ്റെ ഘടന ജനറലായിട്ട് ഒരു മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ, ജനറൽ മെഡിസിൻ ആണെങ്കിൽ അവരെ നമ്മൾ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു പടയെല്ലാം ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഹാർട്ട് ഉണ്ടാവും, മറ്റേ ലിവർ ഉണ്ടാവും, കിഡ്നി ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും പൊതുവായ ശരീരത്തിൻ്റെ ഫിസിക്കൽ ബോഡിയുടെ പടമാണ് അവിടെ കാണുന്നത്. അതായത് ശരീരം നിർമ്മിച്ച അടിസ്ഥാന വസ്തുക്കൾ. ഇപ്പം നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ കട്ടയും കല്ലും എല്ലാം ഉപയോഗിച്ചിട്ട്, ആകെ മരയെല്ലാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആദ്യം ഒരു കൺസ്ട്രക്ഷൻ നടത്തും. അടിസ്ഥാനമായ ആ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കും. അതാണ് അന്നമയ കോശം. അവിടെ അന്നം എന്ന് പറയുന്നത് കല്ലും മണ്ണും അല്ല, സിമെൻ്റ് അല്ല.
അത് ജനറൽ ബോഡിയാണ്. പിന്നെ കൂടുതൽ അകത്തേക്ക് പോകുമ്പോൾ അതിനൊരു പ്ലാനെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ബോഡി നിർമ്മിക്കും, അതേമാതിരി നമ്മളെ ശരീരവും നിർമ്മിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്ലാനിൽ തന്നെ എന്തുണ്ടാവും? രണ്ടാമത്തെ പ്രാണമയ കോശം. പ്രാണൻ മുതലായ 14 വായുക്കൾ ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്നതാണ് പ്രാണമയ കോശം. അപ്പം പിന്നെ നമ്മൾ നോക്കുമ്പോൾ പ്രാണൻ, വായു നമ്മളെ ശരീരത്തിൽ, ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ ആധാരമായ സംഗതികൾ, അത് നാഡികളിലൂടെയാണ് പ്രാണനെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളെ ഞാനെന്ന വികാരമടക്കം എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നത് ആ പ്രാണനാണ്. പ്രാണൻ എന്ന് പറയുന്നത് നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന. പിന്നെ വായുവിനെ എടുക്കാം. നമ്മളെ വീട്ടിൽ വായു കടക്കാനുള്ള വാതിലും ജനലും എല്ലാം ഉണ്ടാവും. അത് മാത്രമല്ല, അതിനെ ആക്റ്റീവാക്കുന്നതിനുള്ള ഊർജം നൽകുന്ന വസ്തുക്കളുണ്ട്. ഊർജം നൽകുന്നതിന് വൈദ്യുതി കമ്പികളുണ്ട്. പിന്നെ പല ഉപകരണങ്ങളെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ, വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സിഗ്നൽ സിസ്റ്റമുള്ള കേബിൾ വയറുണ്ടാവും, ടെലിഫോണിൻ്റെ വയറ് കാണും, കമ്പ്യൂട്ടറിൻ്റെ വല്ല വയറുകളുണ്ടെങ്കിൽ അതുണ്ടാവും, ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ വയറുകളെല്ലാം ഉണ്ടാവും, ഡിഷാനിഡേറ്റ വയറുകളെല്ലാം ഉണ്ടാവും. ഇങ്ങനെ കുറേ ശരീരത്തിൽ വീട്ടിൽ വയറുകളുള്ള പോലെ. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഡയഗ്രാം ഉണ്ട്. അതാണ് നെറ്റ്വർക്കാർ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആൾക്കാർ ഇലക്ട്രിക്കൽ ഡയഗ്രാം എന്നെല്ലാം പറയുന്നത്. അത് സെപ്പറേറ്റാണ്. അവരുടെ വീട്ടിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള കല്ലും മണ്ണും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല, വാതിൽ അതിനൊന്നും അല്ല. അവരുടെ ഡ്രോയിങ്ങിൽ ഈ വയറുകളാണ് ഉണ്ടാവുക. അതാണ് അടുത്തതായിട്ട്. അപ്പം നമ്മളെ ശരീരത്തിലും നമ്മളെ എല്ലാ അവയവങ്ങളെയും സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ്, നാഡികളിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിൽ മുഴുവൻ നാഡികളുണ്ട്. ആ നാഡികൾക്ക് എന്തെങ്കിലും കേടെല്ലാം പറ്റുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഓർമ്മശക്തി, കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകുന്നു. ഇതെല്ലാം അപ്പം നമുക്ക് സാധാരണ ഈ ഞരമ്പ്, രക്തം പോകുന്ന ഞരമ്പിനെ പറ്റിയല്ലേ ചിന്തിക്കും. ഈ നാഡി അത്ര സൂക്ഷ്മമാണ്. അപ്പോൾ ഈ നാഡികളെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു വായുവിനെ പറ്റിയാണെങ്കിൽ ENT, ശ്വാസകോശത്തിൻ്റെ, അവിടെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഈ ശ്വാസകോശത്തിൻ്റെ പടമെല്ലാം ഉണ്ടാവുക. നാഡീ വിദഗ്ധൻ്റെ അടുത്തെല്ലാം പോകുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ വേരുമാരി പടർന്നിരിക്കുന്ന ഒരു പടമാണ് അവിടെ കാണുന്നത്. ശരീരം മുഴുവൻ കുറേ ഇങ്ങനെ വേരുകൾ മാതിരിയുള്ള മുഴുവനുള്ള പടം. ഒരു നേഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തെല്ലാം ചെല്ലുമ്പോൾ ഈ പടമാണ് കാണുക. എല്ലാ ശരീരത്തിൻ്റെ മറ്റുള്ള അവയവങ്ങളെയൊന്നുമില്ല. ചുവടിൻ്റെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചുവട്ടിൽ നിന്നുള്ള ചില പ്രത്യേക സെക്ഷൻസ്. അപ്പോൾ അത് സ്പെഷ്യലൈസേഷനാണ്, നാഡികളെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പടം അവിടെ കാണും. അതേപോലെ തന്നെ അപ്പോൾ ശരീരം മുഴുവൻ ഒരു നെറ്റ്വർക്ക് ശൃംഖല യോജിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി കടക്കുന്നതിനും സിഗ്നൽസ് കടക്കുന്നതിനും എല്ലാം ഉള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനം. അതാണ് നെർവ്സ്, നാഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രാണമയ കോശം. അതിലൂടെ സിഗ്നൽസ്, പ്രാണന് ആധാരമായ സിഗ്നൽസ്, വായു അടക്കം, വായു പോകുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലോ. വായു പിന്നെ രക്തത്തിലൂടെയെല്ലാം പോകും. ഈ നാഡികളാണ് പ്രധാനം. വേദത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ നാഡികളെ പറ്റിയാണ്. കാരണം നമ്മളെ കൺട്രോളിങ് അല്ല ഈ നാഡികളിലാണ്. അവനെന്തോ ഒന്നിൻ്റെ കുറവുണ്ട് എന്നെല്ലാം പറയുന്ന ഈ നാഡികളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആദ്യം ഒരു ശരീരം നിർമ്മിച്ചു, പിന്നെ ഒരു വീട് നിർമ്മിച്ചു, പിന്നെ അതിൻ്റെ അകത്ത് വയറുകളെല്ലാം കൊണ്ട് സ്ഥാപിച്ചു. ഇലക്ട്രിക്കൽ സർക്യൂട്ടും അത് ഇതുമെല്ലാം, അതിൻ്റെ കേബിളുണ്ട്, എല്ലാം ഉണ്ടാവും, ഫോണുണ്ടാവും. അതിൻ്റെ അകത്തുള്ള എല്ലാ ഉപകരണങ്ങളുടെയും ഫങ്ഷനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. അതുമാതിരി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. നാഡികളുടെ ഒരു വ്യൂഹമുണ്ട്. അത് ആണ് പ്രാണമയ കോശം. അതിലൂടെ സിഗ്നൽ സിസ്റ്റം സഞ്ചരിക്കുന്നുണ്ട്. അതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നാഡീ വിദഗ്ധന്മാരുടെ അടുത്തേക്കെല്ലാം പോകുന്നത്. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അല്ല,
ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ ഇതാണ് കാണുക. അല്ലാതെ കിഡ്നിയുടെ പടം അവിടെ വരക്കുന്നുണ്ടെങ്കിൽ ഈ നെർവ്സ് അവിടെ വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി ബന്ധിപ്പിച്ചുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കാണുക. ശരീരം മുഴുവൻ ഒരു പ്രാണൻ സഞ്ചരിക്കുന്ന സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതാണ് പ്രാണമയ കോശം. അതുമെല്ലാം സെല്ലുകളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിലേ നമ്മളെ എല്ലാ അവയവങ്ങളുടെയും കൺട്രോൾ നടക്കുകയുള്ളൂ. ഒരു ടി വിയോ ഫ്രിഡ്ജോ എന്തും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സിഗ്നൽ സിസ്റ്റം, എനർജിയുടെ സിസ്റ്റം, കൺട്രോളിങ് സിസ്റ്റം എല്ലാം ഇതിനകത്ത് വരണം. അത് വയറിലൂടെയാണ് വരുന്നത്, നമ്മുടെ ശരീരത്തിൽ നാഡികളിലൂടെയാണ്. പിന്നെ ഈ 14 കരണങ്ങളുടെ സഹായത്താൽ, 14 കരണങ്ങൾ എന്ന് പറഞ്ഞാൽ വായുക്കൾ, 14 വായുക്കളുണ്ട്. നാഡികളിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ആ നാഡികൾ ശരീരത്തിൻ്റെ തലച്ചോറും എല്ലാമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനുഷ്യരിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ നാഡികളിലൂടെ വൈദ്യുതി കടക്കുമ്പോൾ ആ ആക്ടിവേറ്റ് ചെയ്യും ചില കോശങ്ങളെല്ലാം. റേഡിയോ ആക്ടിവേറ്റ് ചെയ്യുന്നത് പോലെ വൈദ്യുതി കടക്കുമ്പോൾ എല്ലാ മെഷീനും ആക്ടിവേറ്റ് ആകുന്നത് പോലെ ഈ സിഗ്നൽസ് സഞ്ചരിക്കുമ്പോൾ മനസ്സ് എന്നൊരു വിഭാഗം, നമ്മളിൽ മനസ്സ്, ഞാൻ എന്നൊരു ചിന്ത ഉടലെടുക്കും. അതും നാഡികളുടെ പ്രവർത്തനത്തോടെയാണ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുന്നത്, ഞാൻ എന്നൊരു വികാരം ഉണ്ടാകുന്നത്. ആദ്യം ശരീരമേ ഉള്ളൂ, ശരീരത്തിൽ പിന്നെ നാഡികൾ സ്ഥാപിച്ചിട്ട് അപ്പം പ്രാണമയ കോശം അതിലൂടെ പ്രാണനെ കടത്തിവിടുന്നു. അപ്പോഴാണ് ജീവൻ വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻറ്ററാക്ഷൻ കൊണ്ടാണ് 3ാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുന്നത്. അതായത് മനോമയ കോശം. ഇപ്പോൾ ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സ്പെഷ്യലിസ്റ്റായി മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു തലേൻ്റെ പടവും അതിനകത്ത് കുറച്ച് മസ്തിഷ്കത്ത് അതിൻ്റെ എല്ലാം ഒരു പടം മാത്രമേ അധികം കാണൂ. പിന്നെ കുറച്ച് സിഗ്നൽസ് ഇങ്ങനെയെല്ലാം വേവ് മാതിരിയെല്ലാം കാണിച്ചിരിക്കുന്നതാണ്. കാരണം വലിയ പിടിയില്ല അവർക്ക് എങ്ങനെ ഇതിനെ വരക്കണമെന്ന്. കാരണം അതെത്തുമ്പോഴും സൂക്ഷ്മമായി മനസ്സെന്താണ് അതിനൊന്നും വരച്ച് ഇതെങ്ങനെയാണ് മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊന്നും അത്ര വ്യക്തമായിട്ട് അവർക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. അതിനാണ് മനോമയ കോശം. അതായത് മനസ്സുണ്ടാകുന്നു. ഈ നാഡികളിലൂടെയുള്ള സിഗ്നലിൻ്റെ ഫലമായിട്ട് മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ നാഡികളെല്ലാം കൺട്രോൾ ചെയ്യുന്ന വെളിയിൽ നിന്നുള്ള പാരറ്ററി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതെല്ലാം പരമാത്മാവാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. പരമാത്മാവ് തന്നെ ഗ്രഹങ്ങളിലൂടെ സമയവുമായിട്ട് പ്ലാനിനെപ്പോൾ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ച് നമ്മളെ നാഡികളിലൂടെ അത് കയറിയിട്ട് നമ്മളെ ഈ 14 കരണങ്ങളുമായിട്ട് യോജിക്കുമ്പോഴാണ് അത് ഞാനെന്ന വികാരം ഉണ്ടാക്കിയാണ്. ആരാണ് ഈ ഞാനെന്ന വികാരം ഉണ്ടാക്കുന്നത്? ആ പരമാത്മാവാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കർമ്മം ചെയ്യുന്ന ആവശ്യത്തിനാണ് ഞാനെന്ന വികാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനെന്ന് വരുന്നത് ആ പുറത്തുള്ള പ്ലാനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ്. അതിന് നമ്മളുമായിട്ട് ബന്ധം അതിൻ്റെ കേന്ദ്രം പുറത്തുനിന്നാണ്. അതാണ് പ്രേരിപ്പിക്കുന്നത്. ഒരു റേഡിയോയിലെ പാട്ടും ടി വിയിൽ ഇതെല്ലാം കാണുന്നതിനെ പ്രേരിപ്പിക്കുന്ന പുറത്ത് നിന്ന് വരുന്ന സിഗ്നൽ സിസ്റ്റമാണ്. ആ പെട്ടീൻ്റെ അകത്തുനിന്ന് ഡെവലപ്പ് ആകുന്നതല്ല, പുറത്തുനിന്ന് വരുന്ന സിഗ്നൽ സിസ്റ്റമാണ് ഇതിനെ ആക്റ്റീവ്. അപ്പോഴാണ് റേഡിയോ ടി വി എല്ലാം ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആ പരമാത്മാവെന്ന പ്ലാനിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ ആദ്യം സൃഷ്ടിക്കുന്നു, അതിനുള്ള വയറുകളെല്ലാം വലിച്ചിട്ട് ന്യൂസ് എല്ലാം വലിച്ചിട്ട് നമ്മളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിലൂടെ പ്രാണ സിഗ്നൽസ് സിസ്റ്റം സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നും നമ്മളിലേക്ക് ഒരു വികാരം ഉണ്ടാക്കുന്നു. അത് തന്നെ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ആ ബ്രഹ്മത്തിനാണ് എന്നിലൂടെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കേണ്ടത്. അത് ഞാനെന്ന്. അപ്പോഴാണ് നമ്മുടെ ജീവാത്മാവ് ആ ബ്രഹ്മവുമായിട്ട് മാറിപ്പോകുന്നത്. തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ ഞാനെന്ന വികാരം വരുമ്പോൾ പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല.
അത് തന്നെയാണ് ഞാൻ എന്ന വികാരം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മളിലൊരു ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കിയാലേ നമ്മൾ കർമ്മം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആരാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ എന്നുള്ള നിലയിൽ കർമ്മം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് മനോമയ കോശം എന്ന് പറയുന്നത്. ഈ മൂന്നും ചേർന്ന് ആത്മാവ് ബുദ്ധി കൊണ്ട് ചിലതെല്ലാം മനസ്സിലാക്കുമ്പോൾ ആ ബുദ്ധിമയ സ്വരൂപത്തെ വിജ്ഞാനമയ കോശം എന്ന് പറയുന്നു. അങ്ങനെ ഞാനെന്ന ചിന്തയുണ്ടായിട്ട് പിന്നെ അത് കണ്ണിലൂട്ടെയും ചെവിട്ടിലൂട്ടെയും സ്കിന്നിലൂട്ടെയും എല്ലാം മണത്തിട്ടും രുചിച്ചിട്ടും എല്ലാം വരുന്ന അതെല്ലാം നാഡികൾ തന്നെയാണ് സിഗ്നല് തലച്ചോറിലെത്തിക്കുന്നത്. അങ്ങനെ തലച്ചോറിലെത്തിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്നിട്ടാണത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ അതൊരു പ്രോസസ്സർ എന്നൊരു സ്റ്റേജുണ്ട്. ആ പ്രോസസ്സറാണ് അത് പ്രോസസ്സ് ചെയ്തെടുക്കുക. അത് കമ്പ്യൂട്ടറിലായാലും ടി വിയിലായാലും എവിടെയായാലും അതിലൊരു പ്രോസസ്സിങ് സ്റ്റേജുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇതിനെയെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ആ കോശങ്ങളെയാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് പുറത്തു നിന്ന് വരുന്ന സിഗ്നൽസിനെയെല്ലാം കണ്ണിലൂട്ടിയും മൂക്കിലൂട്ടിയെല്ലാം വരുന്ന സിഗ്നൽ, ഇതെല്ലാം സിഗ്നൽസാണ്, നാഡികളിലൂട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതെല്ലാം വരുമ്പോൾ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അപ്പോഴെത്തുമ്പോൾ മനോഡോക്ടർമാരുടെ ആ അവസാന സ്റ്റേജ് എത്തി. അവിടെ എത്തുമ്പോൾ പിന്നെ അതിന് വരച്ച് കാണിക്കാനൊന്നുമില്ല. അത് കുറച്ച് ശരീരമെല്ലാം വരച്ച് കാണിക്കും. ആദ്യം ജനറൽ മെഡിസിനിലെല്ലാം ചൊല്ലുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗമെല്ലാം വരച്ച് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ന്യൂറോ സർജറിൻ്റെ അടുത്ത് അങ്ങനെ വേറെയൊന്നുമില്ല, കുറേ വരയിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ ഇങ്ങനെ വേര് നിറഞ്ഞു കിടക്കുന്ന മാതിരിയുള്ളൊരു പടം മാത്രമേ കാണൂ. പിന്നെ മനസ്സിലേക്ക് എത്തുമ്പോൾ തലയോട്ടിയും അതിൻ്റെ അകത്തൊരു ബ്രെയിനിൻ്റെ ഒരു ഇത് സംഗതിയാണ് വരച്ച് വെച്ചിട്ടുണ്ട്. ചുരുങ്ങി വരും. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലായിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുമ്പോൾ ബുദ്ധി ഇതെല്ലാം വരുമ്പോൾ അങ്ങ് കടന്നുപോയി. അതാണ് വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ്സിൻ്റെ ഫങ്ഷനിലൂടെ ഞാനെന്ന വികാരം ഉണ്ടാക്കുന്നു. ഞാനെന്ന വികാരം ഉണ്ടാക്കുമ്പോൾ ആ സിഗ്നൽ തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം മനസ്സിൽ ചിലയിടത്ത് ശേഖരിച്ച് വെച്ചിട്ട് അതിനെയെല്ലാം പഴയ സംഭവങ്ങളുമെല്ലാമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് യോജിപ്പിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് വിജ്ഞാന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുന്ന ആ പ്രോസസ്സർ എന്ന ഒരു സ്റ്റേജിനെയാണ് ഇവിടെ വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പിന്നിലെല്ലാം ആ വിജ്ഞാനത്തിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്ന ആ സംഗതി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പരമാത്മാവ് ബ്രഹ്മം നമ്മളെ ഒരു കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലൊരു വികാരം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധി കൊണ്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കില്ല, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് എന്ത്? ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമയ കോശം എന്ന് പറയുമ്പോൾ ഈ എല്ലാം പിന്നിൽ വർദ്ധിപ്പിക്കുന്ന ഒരു പ്ലാനുണ്ട്. ഇതിനെല്ലാം ഒരു വീട് വെക്കുമ്പോൾ ആ വീടിൻ്റെ പിന്നിലെല്ലാം നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ കുറേ ഇലക്ട്രിക്കൽ വയറുകൾ, ഭംഗിയുള്ള കെട്ടിടങ്ങൾ എല്ലാം കാണാമെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ആ പ്ലാനാണ്. ആ വീട് ഭാവനയിൽ കണ്ട് ഉണ്ടാക്കിയ ഒരു എൻജിനീയറും അയാളുണ്ടാക്കിയ പ്ലാനുമാണ്. അതേപോലെ അതിനനുസരിച്ചാണ് ഇതെല്ലാം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സംഗതികൾ മുഴുവൻ ഇതെല്ലാം ഇതിൻ്റെ പണിയാണെന്ന് മനസ്സിലാവും. അതാണ് ബ്രഹ്മം. ബ്രഹ്മം പരമാത്മാവെന്നൊരു പ്ലാനിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ
ഞാനെന്ന വികാരം നഷ്ടപ്പെടുത്തി. ഇതിനെല്ലാം ഞാനെന്ന വികാരത്തിലൂടെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇന്ന് ഞാനെന്ന വികാരത്തെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഞാനെന്ന വികാരം ഉണ്ടാക്കുന്ന എന്തിനാണ്? നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാൻ. അപ്പം നമ്മളെ കർമ്മം തീരുമ്പോൾ പിന്നെ ഞാനെന്ന വികാരം ഉണ്ടാക്കില്ല. നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞ് ഇനി അടുത്ത ജന്മത്തിൽ ഒന്നും കർമ്മമില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനില്ല. നമ്മളിൽ ഞാനെന്ന വികാരം ഉണ്ടാകില്ല. അതാണ് ആനന്ദമായ കോശം. അപ്പോൾ നാം ആ ബ്രഹ്മമായി മാറും. അതാണ് ആത്മീയത. അത് വിരക്തി വന്നവർക്ക്, ഇനി കർമ്മമൊന്നുമില്ലാത്തവർക്ക് മാത്രമേ അത് വിധിച്ചിട്ടുള്ളൂ. പിന്നെ അവന് ഞാനെന്ന വികാരമില്ല, അങ്ങനെ നിശ്ചലമായി നിൽക്കുക. അതോടുകൂടി അതാണ് ആനന്ദമയ കോശം. അവിടെയാണ് ഇതിൻ്റെ എല്ലാ പിന്നിലുള്ള പ്രവർത്തിച്ച ശക്തി കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കോശങ്ങളെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ഒരു സ്റ്റേജിലേക്ക് ആധുനിക സയൻസ് എത്തിയില്ല. ഉപനിഷത്തിൻ്റെ ഭാഷയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അരയാലിൻ്റെ ചെടീൻ്റെ വിത്തിൻ്റെ അകത്താണ് അതിൻ്റെ ജനിതക ഘടന. ആ വിത്തിൻ്റെ അകത്ത് ഒരു ചെറിയ രൂപത്തിൽ അത് ഒരു ജനിതക ഘടനയായിട്ട് കിടക്കുകയാണ്. അതാണ് പിന്നെ വികസിച്ച് വികസിച്ച് വലിയൊരു അരയാലായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ ഏതിൽ നിന്നുണ്ടായോ ആ നമ്മളെ സൃഷ്ടിക്കുന്നതിന് തുടക്കം ഏതോ ഒരു സത്തയിൽ നിന്നാണ്. ആ സത്തയാണ് വികസിച്ച് വികസിച്ച് ഇതെല്ലാമായിട്ട് ശരീരമാകുന്നു. പിന്നെ ശരീരത്തിൻ്റെ മേലെ ഒരു നാഡീവ്യൂഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഉണ്ടാകുന്നു. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നു. അങ്ങനെ നമ്മളായി മാറുന്നു. അപ്പം അത് ഏതിൽ നിന്നാണോ തുടങ്ങിയത് ആ സത്യത്തെയാണ് പരമാത്മാവ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം കടക്കുകയാണെങ്കിൽ ബ്രഹ്മം എന്നെല്ലാം പറയുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്നാണ്, ബ്രഹ്മത്തിനാണ് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി. ആ പ്രപഞ്ചത്തിൻ്റെ പുരോഗതിക്ക് മനുഷ്യർ വേണമെന്ന് തോന്നി. അതിലൂടെ നമ്മളെ സൃഷ്ടിക്കുന്നു. അത് തന്നെ നമ്മളായിട്ട് വികസിച്ച് വരുന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ വികസിക്കുന്ന സ്റ്റേജെല്ലാം പറഞ്ഞു. ആദ്യം ബോഡി ഉണ്ടാക്കും, പിന്നെ നാഡികളെല്ലാം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ നാം എന്ന വികാരം ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം സത്ത നമ്മളെ ഉള്ളിൽ അരയാലിൻ്റെ വിത്തിൽ അരയാളിൽ കിടക്കുന്നത് പോലെ ജനിതക ഘടനയിലും എത്തി. ആ ജനിതക ഘടന ഉണ്ടായത് തന്നെ ഏതിൽ നിന്നാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആറ്റങ്ങളിൽ നിന്നാണ്. അത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സത്യമുണ്ട്. അതാണ് ബ്രഹ്മം, അതാണ് പരമാത്മാവ്. ആ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവാകുന്ന നമ്മുടെ തുടക്കം. അവിടെയാണ് എന്തുള്ളത്? ആനന്ദമയ കോശം. അങ്ങനെ ഒരു കേന്ദ്രമുണ്ട്. അപ്പം നമ്മൾ ഏതിൽ നിന്നാണോ തുടങ്ങിയത് അതാണ് ആനന്ദമയ കോശം. അതിനെ നമുക്ക് എപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നാം എന്ന ആ ചിന്ത നമ്മിൽ നിന്ന് ഇല്ലാതാകുമ്പോഴേ പറ്റുകയുള്ളൂ.